എന്തോ സെറ്റ് ചെയ്തെടുക്കാൻ പോകണം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ആകാശം താഴെ, നമ്മൾ മുകളിലുമാണ്. ഹലോ മച്ചാമാരെ, ഹൈ റേഞ്ച് മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഞാനും എൻ്റെ മച്ചാനും കൂടി ഒരു വ്യൂ പോയിന്റിലേക്ക് പോവാണ്. പിന്നെ കൂടെ ഒന്ന് രണ്ട് മച്ചാന്മാരും കൂടെ വഴിയിലുണ്ടാവും. നമുക്ക് അവന്മാരെ കൂടെ പിക്ക് ചെയ്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് പോയേക്കാം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് റിജോ മച്ചാനും പിന്നെ സുജിത്ത് മച്ചാനും പിന്നെ ശ്രീകുട്ടനും കേട്ടോ. നമുക്കിനി എന്നോട് മേടിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇവിടെ കാണാമായിരിക്കില്ലേ? നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ മിസ്സിങ് ആയിരുന്നു. അപ്പം അത് നമ്മുടെ റിജോ മച്ചാൻ മേടിക്കാൻ പോയേക്കോട്ടോ. ഡിസ്പോസിബിൾ പ്ലേറ്റ് നമ്മൾ മറന്നുപോയി. പിന്നെ അതുപോലെ വേറെന്താ നമ്മൾ മറന്നുപോയി? കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 20 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. 20 ഏക്കറിൽ നിന്ന് നമ്മൾ മൂന്നാർ റൂട്ടിലേക്ക് തിരികെയാണ്. ഒറ്റമരം എന്നാണ് ഈ റൂട്ടിലെ പേര്. ഒറ്റമരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കുറേശ്ശെ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ പോകുന്ന സ്പോട്ടിൻ്റെ പേര് കൈപ്പത്തിപ്പാറ എന്നാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് പോകണം. സൺസെറ്റ് നന്നായിട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വഴിയെല്ലാം കുറച്ച് മോശം കേട്ടോ. നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എവിടെ തിണ്ടടിച്ചാലും അവിടെ മഴയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ആ, കഴിഞ്ഞ നമ്മള് തിണ്ടടിക്കുന്ന വീഡിയോയിലും മഴയായിരുന്നു. മഴയാണെങ്കിലും ഉള്ളിൽ കയറിയിരിക്കുന്ന കുഴപ്പമില്ല. അന്ന് എന്നാ മഴയായിരുന്നു. അത് ഉള്ളിലല്ലേ കിടന്നേ. ഇതെല്ലാം ഏലക്കാട് കേട്ടോ. സൺറൈസ് സൺസെറ്റും സൺറൈസും ഒക്കെ ഉള്ളതാ. സൺസെറ്റ് കിട്ടിയല്ല, മൊത്തം മൂടി നിൽക്കുമല്ലേ. നല്ല കുത്തനെ കയറ്റം കേട്ടോ. ഇവിടെ ഒരു ദൈവത്തിന്റെ അല്ല ഇതെന്നാടാ, എന്തോ സർപ്പത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ നല്ല വ്യൂ കേട്ടോ. മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒന്നും കാണത്തില്ല. നമ്മൾ ഏകദേശം പകുതിയോളം വ്യൂ പോയിന്റ് കയറി കഴിഞ്ഞു. ഇതൊക്കെ ഏലത്തോട്ടത്തിൽ പണിയുന്ന ആൾക്കാരാട്ടോ, ഭായിമാരാ. ഇവിടെ തന്നെ അവന്മാർ താമസമൊക്കെ. നമ്മുടെ വണ്ടിയുടെ എൻജിൻ ടെമ്പറേച്ചറൊക്കെ 80-ലേക്ക് കയറിട്ടോ. 80 കുഴപ്പമില്ല അല്ലേ റിജോ? ഇവിടെ നമുക്ക് ഒടിഞ്ഞു കയറാൻ ഇച്ചിരി പാടാണ്. നമുക്കൊന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് കയറേണ്ടി വരും. മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറയുന്നത് വനം തന്നെയല്ലേ. ഇതൊക്കെ ഈ ഏലത്തോട്ടത്തിൽ പണിയുന്ന ആൾക്കാരുടെ ഇതാന്ന് തോന്നല്ലോ. അവർക്ക് കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. നമുക്ക് വ്യൂ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഇന്ന് മഞ്ഞിറങ്ങിയേക്കോ.
മഞ്ഞ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമായിരിക്കും. രാവിലെ സൺറൈസിന്റെ ടൈമിലെങ്കിലും നന്നായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ എവിടെയെങ്കിലും നന്നായിട്ട് പാർക്ക് ചെയ്ത് ഒതുക്കിയിടണം. അതിനനുസരിച്ച് നടക്കാനുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് നടന്നു കയറിപ്പോണുള്ളത്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും നന്നായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ട് വേണം പോകാൻ. ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് അത്ര സേഫ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു കിലോമീറ്ററോളം കയറി നടക്കാനുണ്ട് കേട്ടോ. സ്റ്റെപ്പ് വഴിയാ, നല്ല കയറ്റോ. ഇവിടെ വേറെ സൗണ്ടുകളൊന്നും ഇല്ല. കുറേ കിളികളുടെ സൗണ്ടും വീടിൻ്റെ സൗണ്ടും അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു രക്ഷയില്ല. മഞ്ഞിലായിരുന്നു നമുക്ക് അടിപൊളി വ്യൂ കിട്ടിയേ. ഇപ്പം വ്യൂ ഒന്നുമില്ല. നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ പാറപ്പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യുകയാണ്. നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് തപ്പി പോവാം കേട്ടോ. ഇച്ചിരി പ്ലെയിൻ ആയിട്ടുള്ള സ്പോട്ട് വേണം, എന്നാലും നമുക്ക് ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, അവന്മാർ അവിടെ ഇരിക്കുന്നതൊന്നും ശരിക്കും കാണാനേ പറ്റത്തില്ല, മഞ്ഞായിട്ടുണ്ട്. മച്ചാന്മാരെ, അപ്പോൾ നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യണം. ലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യണം. മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. നമുക്കെന്നാൽ ടെൻറ്റ് പിച്ച് ചെയ്തേക്കാം അല്ലേ? ഇത് നമുക്ക് സെറ്റല്ലേ? ഓക്കെ. ഒടിയോ 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 അത് കട്ട് ചെയ്യണ്ട കേട്ടോ. ആദ്യം ഇനി ചവിട്ടിക്കോ, ചിലപ്പോ പോയോ.
നമ്മുടെ റിജോ മച്ചാൻ മുട്ട പൊട്ടിച്ച് ഓംലെറ്റ് അടിക്കാൻ പോകട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളെ മുട്ടയെങ്കിലും പൊട്ടിച്ചടിക്കാന്ന് ഓർത്തിരിക്കും. നീ പിടിച്ചോ. ഇട്ടിട്ട് ഫ്രൈ ചെയ്യായിരുന്നു. വരുന്നു ഇപ്പൊ തീയതി ചെയ്യണ്ട. ആദ്യം ഇതൊന്നും ആവട്ടെ, ഓരോന്നോരോന്ന് ആക്കിക്കൊണ്ടോ. നീ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തണം. ആരാ പറഞ്ഞ ഇതും കൊണ്ട് മുറിയില്ലെന്ന്? പറഞ്ഞമാരൊക്കെ ഇങ്ങ് വാ. കൊണ്ട് വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് കഴിക്കാൻ വേണ്ട സ്വീറ്റാണ്. വേണ്ട ഇതെല്ലാം ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. മുട്ട ഓംലെറ്റ് അടിച്ച് ലാസ്റ്റ് ഈ പരുവായി കേട്ടോ. ഇളക്കി പൊരിച്ചെടുത്തു. ഇനി നമ്മളത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുജിത്ത് മച്ചാൻ ചായയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ചായപ്പൊടിയൊക്കെ ഇട്ടെന്ന് സൂക്ഷിച്ചിട്രാ. ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ചൂടൻ ചായ കുടിച്ചിട്ടാകും ബാക്കി പരിപാടി. അച്ഛന്മാരെ നമ്മുടെ ഗ്യാസ് കുറ്റിയുടെ ഗ്യാസൊക്കെ കുറച്ച് തീർന്നു തോന്നുന്നുണ്ട്. ചായ തിളയ്ക്കാനൊക്കെ നല്ല ലേറ്റായി. നമ്മളൊരു പൊളി പൊളിക്കും ഗായ്സ്. പട്ടിണി കിടക്കും ഗായ്സ് ഇന്ന് നമ്മൾ. അതിലൊരു സംശയമില്ല ഗായ്സ്. ചപ്പാത്തി ചൂടാൻ നോക്കിയിട്ട് രക്ഷയില്ല കേട്ടോ. മച്ചന്മാരെ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ തീ ഇടാൻ വേണ്ടി പോവാണ്. മഞ്ഞും കാരണം തീ പിടിക്കാൻ ഭയങ്കര പാടാട്ടോ. അതുകൊണ്ടാണ് കുടയൊക്കെ വെച്ച് കാറ്റടിക്കാതെ കുടയൊക്കെ വെച്ചിട്ട് തീ പിടിപ്പിക്കുക. ഒരു രക്ഷയില്ല മച്ചന്മാരെ. അപ്പം നമ്മൾ ഒരുവിധം തീയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ചുട്ടെടുക്കാനുണ്ട്. പിന്നെ ചപ്പാത്തി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. റിജ ഒരു ഐഡിയ ഒക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, നോക്കാം. ആരും ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ചപ്പാത്തി ഉള്ളിലോട്ടോ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് റിജോയുടെ സ്പെഷ്യൽ ഐറ്റമാണ്. പുള്ളിക്കാരൻ തീയിലേക്ക് ചപ്പാത്തി ഇട്ടിട്ട് എന്തോ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഓ നശിപ്പിച്ചു. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. നമ്മൾ ചപ്പാത്തി ചുടുക കേട്ടോ, കനലിലിട്ട് ചുടുക. അപ്പോൾ അടിപൊളിയായിട്ട് ആയി വരുന്നുണ്ട്. 2 ചപ്പാത്തി നമ്മളിപ്പോൾ തന്നെ ചുറ്റ് കഴിഞ്ഞു. നമ്മൾ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ അത്. നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. അതെ, ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ, ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട്. അതെ, അപ്പോൾ എന്നാണെങ്കിലും ചപ്പാത്തിയും ചിക്കനൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയി. ഒന്നും പറയാനില്ല, എന്നാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഐറ്റം എല്ലാം കൊള്ളാം. ഇതൊക്കെ കേട്ടോ ഹെൽത്തി ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ. ഓയിൽ ഒരു തുള്ളി പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല.
അപ്പം മച്ചാന്മാരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് മഴ പെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി എല്ലാം ഒന്ന് സെറ്റാക്കി നമുക്ക് ഉറങ്ങിയേക്കാം അല്ലേ? നല്ല ക്ഷീണമുണ്ട്. സമയം ഇപ്പോൾ ഒരു 10:15 കേട്ടോ. നല്ല മഴയാട്ടോ, പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. 2 മച്ചാന്മാർ ഇതേ കിടന്നു കഴിഞ്ഞു. പിന്നെ അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് സൺറൈസ് ആണ്. എനിക്കും സംശയമുണ്ട്. ആരും പേടിക്കേണ്ട, ശ്രീകുട്ടൻ ഈ ബുൾജറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടതാട്ടോ. മച്ചമാരെ ഇതാട്ടോ നമ്മുടെ ടെൻറ്റിൻ്റെ ഉൾഭാഗമൊക്കെ. മച്ചമാരെ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. നമ്മുടെ മച്ചാമാരെല്ലാം 5:30 തന്നെ എണീറ്റു. എല്ലാവരും ആക്റ്റീവായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വെട്ടമൊന്നുമില്ല, ക്ലിയർ അല്ല. നമ്മുടെ ക്യാമറയ്ക്ക് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, ഫോണല്ലേ. മച്ചാമാരെ സമയം ഒരു 6:30 കറക്റ്റായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ക്യാമറയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം വ്യൂ ആട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അതേ മച്ചന്മാരിയിരിക്കുന്ന അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ കിഡു വ്യൂ ആണ്. ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് ഒരു രക്ഷയില്ല. നമ്മളെല്ലാം ആകാശത്തിൻ്റെ മേളിൽ നിൽക്കുന്ന ഫീലിംഗാണ് നമുക്ക്. അമ്പോ, താഴെ ഇങ്ങനെ മേഘം പോലെ കിടക്കും കേട്ടോ. ആകാശം താഴെ, നമ്മൾ മുകളിലുമാണ്. താഴത്തേക്ക് പോയാൽ പണി തീർന്നു. നല്ല കൊക്കയാട്ടോ ഇവിടെ താഴത്തേക്ക്. ആകാശത്തിൻ്റെ മേളിൽ ടെൻറ്റ് വെച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇതാട്ടോ. ഈ ഭാഗത്തുനിന്നാണ് നിൽക്കുന്നത് കേട്ടോ. ലൈറ്റ് കൂടുതലായിരുന്നു. മച്ചാമാർ ഇന്നത്തെ സ്റ്റേ ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ സ്വർഗത്തിലൊക്കെ പോയി കിടക്കുന്ന ഒരു ഫീലിംഗാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല. നമ്മുടെ മച്ചാന്മാരെല്ലാം പാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ പാക്കപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. മച്ചാന്മാരെ സമയം ഒരു 7 മണിയോളം ആയിട്ടുണ്ട്. പിന്നെ ആർക്കും ഇവിടുന്ന് പോരാൻ താല്പര്യമൊന്നുമില്ല. എന്നാൽ പോലും എല്ലാവർക്കും ഓരോരോ വർക്കിന് പോകേണ്ടതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. മഞ്ഞൊക്കെ മൂടി വെക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെ സൺറൈസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല വ്യൂ. അപ്പോൾ എന്നാലും ഇവിടുത്തെ കിടിലം വ്യൂ ആണ്. നമുക്ക് അതുകൊണ്ട് തിരിച്ചു പോയേക്കാം. മച്ചാന്മാരെ അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇത് നമ്മുടെ ജീപ്പ് കുറച്ച് താഴെയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഉണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് പോയേക്കാം. പിന്നെ നമ്മുടെ റിജോയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ക്യാമ്പിങ്ങിൻ്റെ ഒക്കെ ആയിട്ട്. പേരെന്താ? മൂന്നാറിസ്റ്റ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ നമ്മൾ റിജോയിനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് പോയേക്കാം. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോയിട്ട് കാണാം. മച്ചാന്മാരെ അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയേക്കാം. മച്ചാന്മാരെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.